വിക്രംപൂർ എന്ന ഗ്രാമത്തിൽ രമേശ് എന്ന പേരുള്ള ഭാര്യയും ഭർത്താവും ജീവിച്ചിരുന്നു. അവർക്ക് ഗംഗ, മംഗ എന്നീ പേരുകളുള്ള വെളുത്തതും കറുത്തതുമായ 2 പെൺമക്കളുണ്ടായിരുന്നു. മൂത്തവൾ ഗംഗ. അവൾ വളരെ നല്ലവളായിരുന്നു. അതുകൊണ്ട് ഭഗവാൻ കറുപ്പ് നിറവും അതോടൊപ്പം എല്ലാ നല്ല സ്വഭാവ ഗുണങ്ങളും നൽകി. കറുത്ത നിറത്തോട് ജനിച്ചത് തെറ്റായിരുന്നില്ല, അത് ഭഗവാന്റെ തെറ്റായിരുന്നു. ചെറിയ മകൾ മംഗ ദുഷിച്ച സ്വഭാവക്കാരിയായിരുന്നു. വെളുത്ത നിറത്തിനോടൊപ്പം അവരുടെ മനസ്സ് നിറയെ അഹങ്കാരമായിരുന്നു. 2 പെൺമക്കളുടെയും ഇടയിൽ അവരുടെ നിറത്തിന്റെ പേര് പറഞ്ഞ് എപ്പോഴും വഴക്ക് നടക്കുമായിരുന്നു. അമ്മയായ സാവിത്രി 2 മക്കളെയും പറഞ്ഞു മനസ്സിലാക്കാൻ ഒരുപാട് ശ്രമിച്ചു. ഒരു ദിവസം 2 പെൺമക്കളും വഴക്ക് കൂടുമ്പോൾ വീട്ടിലെ സാധനങ്ങളെല്ലാം തച്ചുടച്ച് തന്റെ കറുത്ത മകളെ കൊല്ലുവാൻ സാവിത്രി തീരുമാനിച്ചു. ഒരു ദിവസം വീട്ടിൽ തന്നെ 2 മക്കളും ഇല്ലായിരുന്നു. സാവിത്രി പുറത്തുപോയി മെഡിക്കൽ സ്റ്റോറിൽ നിന്നും വിഷത്തിന്റെ ഒരു കുപ്പി വാങ്ങി അത് വീട്ടിൽ കൊണ്ടുവന്ന് ഭഗവാന്റെ മുന്നിൽ വെച്ചു. ഭഗവാനെ, ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എന്റെ 2 മക്കളിൽ കറുത്തവൾ മരിക്കുകയാണെങ്കിൽ വെളുത്തവളുടെ ജീവിതവും സുന്ദരമാകും. ഞാൻ ഇങ്ങനെ തീരുമാനമെടുത്തത് ഞാൻ ചെയ്യുന്ന ഈ വിഷമകരമായ പ്രവൃത്തിയിൽ കൂടി പ്രശ്നങ്ങളൊന്നും ഉണ്ടാകരുത്. ഇക്കാര്യം അങ്ങ് കാത്തുകൊള്ളണേ. സാവിത്രി ഇങ്ങനെ കൈകൂപ്പിക്കൊണ്ട് ഭഗവാന് മുന്നിൽ പ്രാർത്ഥിച്ചു. എന്നിട്ട് ഭഗവാന്റെ മുന്നിൽ വെച്ച് കുപ്പിയെടുത്ത് സോഫയിൽ പരിഭ്രാന്തനായി ഇരുന്നിരുന്ന ഭർത്താവ് രമേശിന്റെ അടുത്തേക്ക് ചെന്നു. നോക്കൂ, താങ്കൾ എന്താണ് ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത്? 2 മക്കളുടെ ഈ വഴക്കം കണ്ട് മടുത്തു. എത്ര പറഞ്ഞാലും അവർക്ക് മനസ്സിലാകുന്നില്ല. പിന്നെ എങ്ങനെ സന്തോഷിക്കും സാവിത്രി? ഞാനൊരു കാര്യം പറയാം, അത് കേൾക്ക്. നമുക്കിനി മുതൽ മക്കളുടെ വഴക്ക് കണ്ട് ദുഃഖിക്കേണ്ടി വരില്ല. നീ എന്തു ചെയ്യാൻ പോവുകയാണ് സാവിത്രി? ഞാൻ പറയുന്നത് അങ്ങ് കേൾക്കുമോ? ഞാൻ ചെയ്യുന്നത് നമ്മുടെ മക്കളുടെ നല്ലതിനു വേണ്ടിയാണ്. ഞാൻ പറയുന്ന കാര്യം അങ്ങനെ കേൾക്കണം. പറയൂ സാവിത്രി, കാര്യം പറയാതെ തന്നെ നീ അത് ചെയ്യാൻ പോവുകയാണോ? ഈ സമയം പുറത്തു പോയിരുന്ന കറുത്തവളായ മകൾ ഗംഗ വീട്ടിലേക്ക് കയറി വന്നു. അച്ഛനും അമ്മയും എന്താണ് പറയുന്നത് എന്ന് അവൾ വാതിലിന്റെ അവിടെ നിന്ന് കേട്ടു. ഞാൻ എന്ത് പറഞ്ഞാലും അത് താങ്കൾ അനുസരിക്കും എന്ന് താങ്കൾ എനിക്ക് ഉറപ്പ് നൽകണം. എന്നാലേ ഞാൻ ആ കാര്യം പറയുകയുള്ളൂ. ശരി സാവിത്രി, നീ എന്തു പറഞ്ഞാലും അത് നമ്മുടെ മക്കളുടെ നല്ലതിനാണെന്ന് എനിക്കറിയാം. നീ പറയുന്നത് പോലെ അനുസരിക്കാം സാവിത്രി. കറുത്തവളായ മകൾ ഗംഗയെ കൊല്ലുവാൻ ഞാൻ ആലോചിക്കുന്നു. ഇത് കേട്ട് രമേശ് പരിഭ്രാന്തനാകുന്നു. തന്റെ ശരീരം മുഴുവൻ ആ കാല് മുതൽ തല വരെ തരിപ്പ് കയറുന്നതായി രമേശിന് തോന്നി. രമേശ് കരയുവാൻ തുടങ്ങി. ഈ സംസാരമെല്ലാം കേട്ടുകൊണ്ട് വാതിലിനടുക്കൽ നിന്ന് ഗംഗ ഒട്ടും പരിഭ്രമിച്ചില്ല. ഇത് കേട്ട് അവൾ സന്തോഷിച്ചു. ഉടനെ തന്നെ അച്ഛന്റെയും അമ്മയുടെയും അടുത്തുപോയി അവരെ കെട്ടിപ്പിടിക്കാൻ തോന്നി. പക്ഷേ അവൾ അവിടെ തന്നെ നിന്ന് അവരുടെ ബാക്കിയുള്ള സംഭാഷണം കേട്ടു. അങ്ങ് കരയരുത്, താങ്കൾ സമ്മതിച്ചേ മതിയാകൂ. നമുക്ക് വേറെ ഒരു മാർഗവുമില്ല. ഞാൻ എന്തുകൊണ്ടാണ് കരയുന്നതെന്ന് അറിയാമോ സാവിത്രി? എന്റെ ഭാര്യ എന്നോട് പറയാതെ ഒരു കാര്യവും ചെയ്യില്ല എന്നെനിക്കറിയാം. ഇക്കാര്യം പറഞ്ഞാൽ ഞാൻ സമ്മതിക്കില്ലെന്ന് നിനക്ക് അറിയാവുന്നതാണ്. എന്നിട്ടും നീ എന്നോട് സമ്മതം ചോദിക്കുകയാണോ? താങ്കൾ എന്നെക്കുറിച്ച് എന്ത് ചിന്തിച്ചാലും സാരമില്ല. ഞാൻ എന്റെ മനസ്സിനെ പാകപ്പെടുത്തി കഴിഞ്ഞു. ഞാൻ നിന്നെ തടസ്സപ്പെടുത്തുന്നില്ല. പക്ഷേ എന്റെ ദേഷ്യം മാറുന്നതുവരെ നീ എന്റെ അടുത്തുനിന്ന് പോകണം. താങ്കൾക്ക് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ എന്നെ അടിച്ചോളൂ. ഇതെല്ലാം വാതിൽക്കൽ നിന്ന് കേട്ട കറുത്ത മകൾ ഗംഗ അമ്മയുടെയും അച്ഛന്റെയും അടുത്തേക്ക് ചെന്നു. പെട്ടെന്ന് തന്റെ മകളെ അവിടെ കണ്ട് സാവിത്രി അമ്പരന്നു. അവർ പറയുന്നതെല്ലാം തന്റെ മകൾ കേട്ടിരിക്കുമോ? കേട്ടുവെങ്കിൽ എന്നെ കൊല്ലാൻ പോകുകയാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്തു മറുപടി പറയും? ഇനി അത് കേട്ടില്ല എങ്കിൽ തന്നെ എന്തിനാണ് അച്ഛൻ കരയുന്നത് എന്ന് ചോദിച്ചാൽ എന്ത് മറുപടി പറയും? ഇതെല്ലാം ചിന്തിച്ചുകൊണ്ട് സാവിത്രി വിഷമിച്ച് പിന്നിലേക്ക് തിരിഞ്ഞു നിന്നു. സാവിത്രി മകൾ കാണാതെ തന്റെ കണ്ണുനീർ തുള്ളികൾ തുടച്ചു. രമേശ് ആകട്ടെ ഗംഗയെ കണ്ടപ്പോൾ ചെറിയ കുട്ടികളെപ്പോലെ കരയുവാൻ തുടങ്ങി. തന്റെ മുന്നിൽ തന്റെ അച്ഛൻ ചെറിയ കുട്ടികളെപ്പോലെ കരയുന്നത് കണ്ടപ്പോൾ ഗംഗയ്ക്ക് വലിയ വിഷമമായി. അവൾ വളരെ ദുഃഖിച്ചു. എങ്കിലും ദുഃഖം പുറത്തു കാണിക്കാതെ അവൾ കൺട്രോൾ ചെയ്തു. തന്റെ അച്ഛൻ വളരെയധികം വിഷമിച്ചുകൊണ്ട് കരയുന്നു. ഇനി അച്ഛന്റെ മുന്നിൽ ഞാൻ കൂടി കരഞ്ഞാൽ അതിന് കൂടുതൽ വിഷമമുണ്ടാക്കുമെന്ന് ഗംഗ വിചാരിച്ചു. എന്നിട്ട് തന്റെ പിതാവിന്റെ കണ്ണുകളിലെ കണ്ണുനീർ തുള്ളികൾ തുടച്ചു. ഈ സമയം തന്റെ മനസ്സിനെ ബലപ്പെടുത്തി രമേശ് തന്റെ ഭാര്യയോട് സംസാരിക്കുവാൻ ആരംഭിച്ചു. സാവിത്രി രമേശിനോട് സംസാരിക്കുവാൻ തുടങ്ങി. പക്ഷേ തല ഉയർത്തി തന്റെ മകളെ നോക്കാൻ പോലും സാവിത്രിക്ക് കഴിഞ്ഞില്ല. ഇത് ഗംഗ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു. അമ്മ പേടിക്കേണ്ട ആവശ്യമില്ല. അമ്മയുടെ കൈകൾ കൊണ്ട് ഒരു മകൾ മരിക്കേണ്ടി വരുന്നു എന്ന വിധി ലോകത്തിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉണ്ടാകൂ. ആ ഭാഗ്യം കിട്ടാൻ പോകുന്ന ആളാണ് ഞാൻ. എനിക്കതിൽ വളരെ സന്തോഷമേ ഉള്ളൂ. ഇങ്ങനെയൊന്നും പറയല്ലേ മോളെ. സത്യമായിട്ടും അച്ഛാ, സത്യസന്ധമായും
എന്റെ മനസ്സിലുള്ളതാണ് പറയുന്നത്. എന്റെ മനസ്സിൽ വേറെ ചിന്തകളൊന്നുമില്ല. ചെറുപ്പം മുതൽ എന്നെ ഭക്ഷണം തന്നു, എടുത്തുകൊണ്ട് നടന്ന് എല്ലാം തന്നെ എന്നെ വളർത്തി വലുതാക്കിയ കൈകളാണിത്. ഈ കൈകൾ കൊണ്ട് വിഷം തന്നു കൊല്ലാനാണോ അല്ലെങ്കിൽ കഴുത്ത് ഞെരിച്ചു കൊല്ലാനാണോ നിങ്ങളുടെ ആഗ്രഹമെന്ന് അറിയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അച്ഛാ. അത്രയേ ഉള്ളൂ. ഇതെല്ലാം കേട്ട് കണ്ണുകൾ തുടച്ചുകൊണ്ട് തന്റെ മകളുടെ മുഖത്തേക്ക് അമ്മ ഗംഗയെ നോക്കി സംസാരിക്കുവാൻ തുടങ്ങി. തന്റെ വയറ്റിൽ സ്ഥാനം നൽകി, ജന്മം നൽകി, വളർത്തി വലുതാക്കി ഈ വക സംസാരങ്ങളെല്ലാം കേട്ടു. എങ്കിലും തന്റെ മനസ്സിനെ കരിങ്കല്ലാക്കി സാവിത്രി ഇങ്ങനെ പറഞ്ഞു, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. പക്ഷേ ദാലുണ്ടാക്കി അതിൽ വിഷം ചേർത്ത് നിനക്ക് തരുവാനാണ് ഞാൻ ആഗ്രഹിച്ചത് മകളെ. സാവിത്രി ഇങ്ങനെ പറഞ്ഞു. ഈ സംസാരം കേട്ട് രമേശ് സാവിത്രിയുടെ ചെകിടത്ത് ഒരടി കൊടുത്തു. സാവിത്രി, നീ ഒരു അമ്മയല്ലേ? മൂത്ത മകൾ ഗംഗ കറുത്തവളാണ്. അതുകൊണ്ട് അവളെ കൊല്ലാൻ നീ അങ്ങ് തീരുമാനിച്ചോ? അല്ല, ഇങ്ങനെ ചെയ്താൽ വെളുത്തവളായ മകൾ മങ്കയുടെ ജീവിതം സുന്ദരമാകും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഗംഗ മരിച്ചു കഴിഞ്ഞാൽ മങ്കയുടെ പ്രശ്നങ്ങളെല്ലാം തീരുമെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? എന്നോടാരും പറഞ്ഞതല്ല. ഒരു ദിവസം ഞാൻ ഇവരുടെ വഴക്ക് പതുങ്ങി നിന്ന് കേൾക്കുകയായിരുന്നു. അപ്പോൾ നീ പോയി മരിക്കെന്ന് മങ്ക ഇവളോട് പറയുകയായിരുന്നു. ആ ശരി, ഞാൻ മരിക്കുമെന്ന് ഗംഗയും പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ഗംഗ അമ്പരന്നു. ഞാനും മങ്കയും പറഞ്ഞ കാര്യങ്ങൾ അമ്മ എങ്ങനെ അറിഞ്ഞു എന്നവൾ ചിന്തിച്ചു. ഞങ്ങൾ വഴക്ക് കൂടുന്നതിനിടയിൽ വാതിലിനടുത്ത് നിന്ന് പതുങ്ങി അമ്മ ഇതെല്ലാം കേട്ടിരിക്കാം എന്ന് ഗംഗ വിചാരിച്ചു. പക്ഷെ അന്ന് അങ്ങനെ ഞങ്ങൾ പറഞ്ഞ സമയത്ത് അവിടെ ആരും ഉണ്ടായിരുന്നില്ല എന്നും അവൾ ഓർത്തെടുത്തു. ഹോ, ഇതിനെക്കുറിച്ച് ചോദിച്ചാൽ എന്തു മറുപടി പറയുമെന്ന് ഗംഗ ചിന്തിക്കുകയായിരുന്നു. നീ എന്താണ് പറയുന്നത് സാവിത്രി? സത്യമാണ് ഞാൻ പറയുന്നത്. നമ്മൾ ജോലിക്ക് പോയി കഴിഞ്ഞാൽ വെളുത്ത മകളുടെയും കറുത്ത മകളുടെയും കാര്യങ്ങൾ ഇങ്ങനെയാണ്. പലതവണ മങ്ക ഗംഗയെ കൊല്ലുവാൻ ശ്രമിച്ചിരുന്നു. ഗംഗയുടെ ഭാഗ്യം കൊണ്ടാണോ അതോ നമ്മുടെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല. എല്ലാ തവണയും അവൾ രക്ഷപ്പെട്ടു. ഇതാ അവൾ നമ്മുടെ മുന്നിൽ ജീവനോടെ നിൽക്കുന്നു. മോളെ ഗംഗ, എന്താണുണ്ടായത്? ഞാൻ മരിക്കുമെന്ന് മങ്കയോട് ശപഥം ചെയ്യാൻ മാത്രം എന്താ ഉണ്ടായത്? പറയാം, ഞാൻ എല്ലാം പറയാം അച്ഛാ. എന്റെ മനസ്സിൽ അടക്കിപ്പിടിച്ച സങ്കടം ഞാനിപ്പോൾ തുറന്നു പറയാം. അങ്ങനെ ആ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഗംഗ അവരോട് പറയുന്നു. ആ ദിവസം വീട്ടിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. വെളുത്തവൾ മങ്കയും കറുത്തവളായ ഗംഗയും ഒറ്റയ്ക്കായിരുന്നു. അവർ രണ്ടുപേരും സംസാരിക്കുകയായിരുന്നു. നോക്കൂ ഗംഗേ, ചേച്ചിയായി എന്നെ നീ പേര് വിളിക്കുന്നത് എന്തുകൊണ്ടാണ്? നിനക്കെന്താ ബോധമില്ലേ? നീയാണോ ചേച്ചി? കറുത്തവളായി ജന്മം കൊണ്ട് എന്റെ ജീവിതത്തിൽ കൂടി നാശം നിറയ്ക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും നിന്റെ തലവര ഒരിക്കലും നല്ലതാകില്ല. എന്റെ സൗഭാഗ്യങ്ങൾക്കിടയിൽ കറുത്ത നിറവും കൊണ്ട് വരുവാൻ നിന്നെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തില്ലല്ലോ അനിയത്തി. പക്ഷേ നീ കാരണം എന്റെ ജീവിതം കൂടി നശിക്കുകയാണ്. എനിക്ക് എത്ര നല്ല കല്യാണാലോചനകൾ വന്നു. കണ്ടിട്ട് എല്ലാവർക്കും എന്നെ ഇഷ്ടമായതാണ്. പക്ഷെ നീ കാരണം എല്ലാവരും വേണ്ട എന്ന് പറഞ്ഞു പോകുന്നു. നീ ഒരു ദുശകനം തന്നെയാണ്. നിനക്കും കുറെ ആലോചനകൾ നോക്കിയതാണ്. പക്ഷെ നിന്റെ കറുത്ത നിറം കാരണം ആർക്കും നിന്നെ ഇഷ്ടമായില്ല. ഇതെല്ലാം കേട്ട് ഗംഗ കരയുവാൻ തുടങ്ങി. നീ എന്ത് വേണമെങ്കിലും ചെയ്യേ. നിനക്കൊരിക്കലും എന്നെപ്പോലെ ആകാൻ കഴിയില്ല. പക്ഷേ എനിക്ക് നിന്നെപ്പോലെ ആകാൻ കഴിയും. നിന്നെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടതാണ്. അച്ഛനും അമ്മയും ആ കാര്യം സമ്മതിച്ചതല്ലേ? നീ നന്നായി അഭിനയിക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. നിന്റെ അഭിനയം മനസ്സിലാകാതിരിക്കുവാൻ ഞാനൊരു ഭ്രാന്തിയല്ല. നീ എന്തു വേണമെങ്കിലും പറഞ്ഞോ. പക്ഷെ നിന്നോടുള്ള എന്റെ സ്നേഹം അഭിനയമാണെന്ന് മാത്രം നീ പറയരുത്. എന്റെ സ്നേഹം സത്യമാണെന്ന് കാണിക്കുവാൻ നിനക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത്? നീ ഞാൻ പറയുന്നത് പോലെ ചെയ്യണം. നീ അങ്ങനെ ചെയ്യുമെന്ന് ശപഥം ചെയ്യണം. പറയൂ മങ്ക, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഗംഗ മങ്കയുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് ശപഥം ചെയ്തു. മങ്ക അതിന് മറുപടി പറയാതെ അവിടെ നിന്നും നടന്ന് ബാത്റൂമിലേക്ക് പോയി. അവിടെ നിന്നും ആസിഡ് ബോട്ടിൽ കൊണ്ടുവന്നു. ഈ സമയം സാവിത്രി വീട്ടിലേക്ക് നടന്നു വരികയായിരുന്നു. വീടിന്റെ വാതിൽക്കലെത്തിയപ്പോൾ വീട്ടിൽ നിന്ന് കേൾക്കുന്ന സംഭാഷണം കേൾക്കാനായി വാതിലിനടുത്തു തന്നെ മറഞ്ഞു നിന്നു. ഇത് ആസിഡ് ബോട്ടിലാണ്. ഇതെവിടെയെങ്കിലും വീണാൽ ആ ഭാഗം മുഴുവനായി കത്തി നശിക്കും. അല്ല, ഇത് കുടിക്കുകയാണെങ്കിൽ നിന്റെ ജീവിതം തന്നെ അവസാനിക്കും. എന്തു വേണമെന്ന് നിനക്ക് തീരുമാനിക്കാം. അനിയത്തി, ഞാൻ ഈ ആസിഡ് കുടിക്കണമെന്നാണോ നീ പറയുന്നത്? അതെ ഗംഗ, നീ ഇത് കുടിക്കണം. നീ എനിക്ക് വാക്ക് തന്നതല്ലേ, അത് മറന്നുപോകണ്ട. ശരി അനിയത്തി. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആസിഡ് ബോട്ടിൽ ഗംഗ എടുക്കുന്നു. ഇതിനുശേഷം എന്ത് സംഭവിക്കുമെന്ന് കറുത്തതും വെളുത്തതുമായ പെൺമക്കൾ 2ാം ഭാഗത്തിൽ കാണാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ കഥകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.